കാർത്തിയുടെ കാശ്മോര. കാർത്തിയെ നായകനാക്കി ഗോകുൽ സംവിധാനം ചെയ്യുന്ന ബ്രഹ്മാണ്ഡ സിനിമയായ കാശ്മോര ദീപാവലിക്ക് പ്രദർശനത്തിനെത്തും. നടൻ കാർത്തിയുടെ അഭിനയ ജീവിതത്തിൽ വഴിത്തിരിവായേക്കാവുന്ന 3 രൂപങ്ങളിൽ 2 നായിക കഥാപാത്രങ്ങളെയാണ് കാർത്തി അവതരിപ്പിക്കുന്നത്. രാജനായകൻ എന്ന സേനാനായകന്റെയും കാശ്മോര എന്ന മന്ത്രവാദിയുടെയും വേഷത്തിൽ ഡബിൾ റോളിലാണ് കാർത്തി എത്തുന്നത്. 5 നൂറ്റാണ്ട് മുമ്പ് ജീവിച്ചിരുന്ന സേനാനായകന്റെയും വർത്തമാനകാലത്തെ ഒരു മന്ത്രവാദിയുടെയും കഥയെ സമന്വയിപ്പിച്ച് സാങ്കല്പികതയും യാഥാർത്ഥ്യവും ഇഴചേർത്താണ് കാശ്മോരയുടെ കഥ ഒരുക്കിയിരിക്കുന്നത്. ആദ്യാന്തം പ്രേക്ഷകരെ രസിപ്പിക്കുകയും ആവേശം കൊള്ളിക്കുകയും ചെയ്യുന്ന ഒരു സിനിമയാണ് കാശ്മോര എന്ന് സംവിധായകൻ ഗോകുൽ പറയുന്നു. രാജനായകനോടും കാശ്മോരയോടും അഭിനയ മികവിൽ മത്സരിക്കുന്ന ധിക്കാരിയായ രത്നമഹാദേവി എന്ന രാജകുമാരിയെയാണ് ഇതിൽ നയൻതാര അവതരിപ്പിക്കുന്ന കഥാപാത്രം. ശ്രീവിദ്യയാണ് മറ്റൊരു നായിക. സാങ്കേതികമായും അവതരണം കൊണ്ടും ഏറെ പുതുമയുള്ള കാശ്മോരയിലെ ബ്രഹ്മാണ്ഡ സെറ്റുകളുടെ പശ്ചാത്തലത്തിലുള്ള ചിത്രീകരണവും നടീനടന്മാരുടെ വേഷഭൂഷാദികളും യുദ്ധരംഗങ്ങളും എല്ലാം ഹോളിവുഡ് സിനിമകളുടേതിന് സമാനമായ ദൃശ്യാനുഭൂതി സമ്മാനിക്കുന്നു. കാശ്മോരയുടെ ഗ്രാഫിക്സ്, മിക്സിംഗ്, സൗണ്ട് എഫക്ട്, സ്പെഷ്യൽ എഫക്ട് തുടങ്ങിയ സാങ്കേതിക പ്രവർത്തനങ്ങളെല്ലാം തന്നെ ഇന്ത്യയിലും വിദേശത്തുമായി പുരോഗമിക്കുകയാണ്. ഛായാഗ്രഹണം ഓം പ്രകാശും സംഗീതം സന്തോഷ് നാരായണനും രാജീവ് ഒരുക്കിയ കൂറ്റൻ സെറ്റുകളും കാശ്മോരയുടെ ഹൈലൈറ്റുകളാണ്. ബോളിവുഡ് സിനിമകളുടെ നിലവാരത്തിൽ അണിയിച്ചൊരുക്കിയിട്ടുള്ള ഈ സിനിമ ഡ്രീം വാരിയർ പിക്ചേഴ്സിന്റെ ബാനറിൽ SR പ്രകാശ് ബാബു, SR പ്രഭു എന്നിവർ ചേർന്നാണ് നിർമ്മിക്കുന്നത്. സോപാനം ഫിലിംസ് കാശ്മോരയെ കേരളത്തിൽ പ്രദർശനത്തിനെത്തിക്കുന്നു.